ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഓണമൊക്കെ എവിടം വരെ ആയി? ഓണത്തിൻ്റെതായ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞോ? എൻ്റെ ഷോപ്പിങ്ങുകളും പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നെക്ലേസ് സെറ്റ്, ജ്വല്ലറി സെറ്റ്, സാരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് റിവ്യൂ ചെയ്യുവാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാൻ ഓർത്തത്. സാരിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ. കാണാത്തവരൊന്ന് പോയി കാണണേ. ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക, സാരിയുടെ വീഡിയോ. അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ജ്വല്ലറി സെറ്റ് കാണിച്ച് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷെ അത് മൊത്തം പറയാനുള്ള ടൈം എനിക്ക് അതിനകത്ത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്തു അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, ജ്വല്ലറി സെറ്റ് കളക്ഷന്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം എന്ന് ഓർത്തിട്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുതിയ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഏതിലൊരു സൈഡിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടാവേ. ഓക്കെ, ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ദേവിയുടെ ലോക്കറ്റ് വരുന്ന ഒരു നെക്ലേസ് സെറ്റാണ്. മീഷോയിൽ നിന്നാട്ടോ വാങ്ങിയേക്കണേ. മീഷോയിൽ നിന്നുള്ളതാണ്. 180 രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പം. നല്ല നെക്ലേസ് സെറ്റാണ്. അത് ലോങ് ചെയിൻ ആയിട്ടും ലോങ് മാലയായിട്ടും ഇടാൻ പറ്റുന്ന ഒരു ചെയിനാട്ടോ. അതിലിങ്ങനെ ഒരു മഞ്ഞ കളർ അല്ല വന്നേക്കുന്നത്. സാധാരണ ചില മാലകൾ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ എടുത്തു നിൽക്കില്ലേ, അങ്ങനത്തെ കളറല്ല. ഇതൊരു ചെറിയ റോസ് ഗോൾഡ് കളർ കയറി വരുന്നുണ്ട്. ഒരു ചെറിയ റോസ് കളറാണ് വന്നേക്കുന്നത്. നല്ല ഗോൾഡ് കളർ അല്ല, പക്ഷെ എന്നാലും കൊള്ളാം. സംഭവം അടിപൊളിയാട്ടോ. ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടിപൊളിയാണ്. 180 രൂപയ്ക്ക് വേർത്താണ്. കാരണം ഇത് നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ 180 രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണേലും ഇതിന്റെ കമ്മൽ വന്നേക്കുന്നത് സ്റ്റഡാണ്. സ്റ്റഡ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. ഞാൻ ജുമുക്കയാണ് ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി വലുതേ ഇടുകയുള്ളൂ. ഇത് കുഞ്ഞു സ്റ്റഡല്ലേ. ദേവിയുടെ തന്നെ പ്രിന്റ് വരുന്ന ഒരു ഇത് വരുന്ന ഒരു സ്റ്റഡാണ്. ചെറിയ തൂങ്ങിക്കിടക്കുന്ന ഹാങ്ങിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റഡ്. അടിപൊളിയാണ്. 180 രൂപയ്ക്ക് വേർത്താ, കൊള്ളാം. എനിക്ക് തോന്നിയിട്ടുള്ളതുണ്ടല്ലോ, ഈ ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോഴുള്ള വലിയ വലിയ നെക്ലേസുകൾ അല്ലെ ജ്വല്ലറി സെറ്റൊക്കെ ചെറിയ പ്രൈസിന് കിട്ടും. പക്ഷെ ചെറുതിന് ഈ സെയിം പ്രൈസ് തന്നെ ആവുകയും ചെയ്യും. മനസ്സിലായില്ല അല്ലെ? ചെറുത് ഇപ്പൊ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് കിട്ടുന്ന മാല ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ 150 ആയിരിക്കും. പക്ഷെ കടയിലെ 500 രൂപയുടെ മാല ഓൺലൈനിൽ 150 ആയിരിക്കും. മനസ്സിലായോ? എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ വിഷയത്തിൽ മാറിപ്പോയി. അതുപോട്ടെ. അപ്പൊ നെക്സ്റ്റ് മാല എന്ന് പറയുന്ന ഒരു കോംബോ സെറ്റാണ്. 2 മാല അതിന്റെ കമ്മലും കൂടെ വരുന്നത് 170 രൂപ. അതിന്റെ ഫസ്റ്റ് മാല ഇവിടെ കാണിക്കാമേ. അപ്പൊ ഈ കോംബോ സെറ്റിലെ ഫസ്റ്റ് മാല എന്ന് പറയുന്നത് മാല വരുന്നുണ്ട്. അതിന്റെ സ്റ്റഡ് ഇയറിങ്സ് വരുന്നുണ്ട്. മാല അടിപൊളിയാട്ടെ, നല്ല ക്വാളിറ്റി. അങ്ങനത്തെ ഒരു മഞ്ഞ കളറും അല്ല, അത്ര ബ്രൈറ്റ് കളറും അല്ല, ഡാർക്കും അല്ല, നല്ലൊരു കളർ. ശരിക്കും ഗോൾഡൻ മാലയാണെന്ന് തന്നെ തോന്നുന്ന ഒരു കളറാണ്. ഇതേ സെയിം കോംബോ സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിലുണ്ടെന്ന് അറിയില്ലാത്തവർ അല്ലെ ആഗ്രഹമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിലും ഇതേ കോംബോ സെറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതില് 200 രൂപയായിരുന്നു. 200 രൂപയ്ക്ക് 2 മാലയായിരുന്നു, അല്ലെ നെക്ലേസ് സെറ്റ് ആയിരുന്നു. ഇത് 170 രൂപയ്ക്ക് 2 നെക്ലേസ് സെറ്റാട്ടോ വരുന്നത്. അപ്പൊ ഓക്കെ, ഈ മാല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വൺ ആണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ മേടിച്ചപ്പം അതിലൊരു മഞ്ഞ കളർ കൂടുതലായിരുന്നു. അതായത് ഗോൾഡ് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു ഗോൾഡ് ആയിരുന്നു. പക്ഷെ മീഷോയിൽ നിന്ന് മേടിച്ചപ്പം ഇതൊരു കോപ്പർ കളർ കയറി വന്നു, ഇച്ചിരി ഡാർക്ക് കളറിലേക്ക് വന്നു. രണ്ടും കൊള്ളാം. അതിപ്പോൾ ഓരോരുത്തർക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ടും കുറ്റമൊന്നും പറയാനില്ല, അടിപൊളിയാണ്. 170 രൂപയ്ക്ക് 2 നെക്ലേസ് സെറ്റ് എന്താണെങ്കിലും അടിപൊളിയാണ്, കൊള്ളാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പാലക്കാമാലയുടെ സെറ്റാണ്. മീഷോയിൽ ഏറ്റവും കുറവായിട്ട് ഞാൻ കണ്ടത് ഇതാണ്. മീഷോയിൽ ഏറ്റവും കുറവുള്ള പാലക്ക സെറ്റ് കണ്ടത് ഇതാണ്. 131 രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പം. പാലക്കാമാല ഇതിൽ കുറവ് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ്, അടിപൊളിയാണ്. എന്റെ അഫോർഡബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു 200-ന്റെ ഒക്കെ സാധനം മേടിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും മാക്സിമം നോക്കാറുണ്ട് 200-300 റേഞ്ചിൽ വരുന്നത്. അതിൽ കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റേഞ്ചിലുള്ള അഫോർഡബിൾ വീഡിയോസ് ഇടുന്നത്. ഓരോരുത്തർക്ക് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്താണെങ്കിലും എനിക്ക് പറ്റുന്നതാണ് ഞാൻ മേടിച്ചിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ ഇടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആ കൂടെ ഉള്ളതല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ കമ്മല് പോയേ ഒരെണ്ണം പോയി, അത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ഇതാട്ടോ കമ്മല്. ഇതിൻ്റെ തന്നെ
ഇത് തന്നെ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്തത്. ആ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഇടുമ്പോഴല്ലോ കമ്മൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, അത്ര സൂപ്പറാണ്. പെട്ടെന്ന് ഈ കളർ കമ്മൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് തോന്നുമായിരുന്നു. അത് കുറെ ഇട്ടിട്ട് അതിങ്ങനെ ഒരു കറുത്ത കളർ, ഒരു കറുപ്പ് ഇങ്ങനെ കയറി വന്നു തുടങ്ങി. ഗോൾഡ് മാറി കറുപ്പായി തുടങ്ങിയപ്പം ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്ത. പക്ഷെ ഒന്നുകൂടെ ഓർഡർ ചെയ്തപ്പോൾ സാധനം മാറിപ്പോയിട്ടുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതായിരുന്നു, വേറെ ഒരു ഷേപ്പൊക്കെ ആയിരുന്നു. ഇതിപ്പോ ശരിക്കും റൗണ്ടാണ് വന്നേക്കുന്നത്. ഇതല്ലായിരുന്നു പഴയതായിരുന്നു എനിക്ക് ഇച്ചിരിയുടെ ഇഷ്ടം. അതിന്റെ കളർ ഇച്ചിരി വേറെ ആയിരുന്നു, ഈ കളർ അല്ലായിരുന്നു. പക്ഷെ അതേ സെയിം സാധനം ഞാൻ റീ ഓർഡർ ചെയ്തിട്ട് സംഭവം മാറിപ്പോയി. പക്ഷെ ഞാനിത് റിട്ടേൺ ഒന്നും അടിക്കുന്നില്ല. എന്താണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഗോൾഡ് കളർ ഇഷ്ടമാണ്. അതെ, അതുപോലെ തന്നെ ഞാൻ കാതിലിട്ടേക്കണം ഗോൾഡ് കളർ. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറുന്നൊന്നുമില്ല. ഇത് കുറച്ചിട്ട് കഴിയുമ്പോണ്ടല്ലോ അതിങ്ങനെ ഒരു കറുത്ത കളർ അല്ലെ വെള്ള കളർ, ഇങ്ങനെ കളർ പൊക്കോണ്ടിരിക്കുമല്ലോ കുറെ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മീഷോയിൽ നിന്ന് തന്നെയുള്ള രണ്ട് കൊലുസാണ്. ആംഗ്ലറ്റ്സ്. എൻ്റെ ഒരേ ഒരു സബ്സ്ക്രൈബർ, ആകെപ്പാട് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി കൊലുസിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഇടണേ ചേച്ചി, എന്തെങ്കിലും കൊലുസിൻ്റെ റിവ്യൂ വീഡിയോ ഇടണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുന്നു. ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞേട്ടോ. അപ്പം ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റും ഒരു 150 സംതിങ് ആട്ടോ. എല്ലാം 200 താഴെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനത്തെ നോക്കാറുള്ളൂ. കാണാമോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ ചെയിനാണ്, അതിനിടയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒരു വെള്ളി കളർ വരുന്നുണ്ട്. പിന്നെ സംഭവം തീരെ ചെറിയ ചെയിൻ. ശരിക്കും ഇത് ഗോൾഡ് ചെയിൻ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ, കാലം കിടന്നു കഴിഞ്ഞാൽ അത്ര നല്ല ചെയിനാണ്. ഇത് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് ഇട്ടപ്പം കളർ പോയി. അതായത് കുളിക്കാൻ നേരത്തൊക്കെ ഊരി വയ്ക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ച് നാളും കൂടെ കിട്ടും. ഞാനിത് ഊരി വയ്ക്കാതെ ഒരാഴ്ച കണ്ടിന്യൂസ് ഇട്ടു. അപ്പം ഇതിന്റെ കളർ പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതും പതുക്കെ, കാലയിലാണ്. അത്ര പെട്ടെന്ന് കളർ പോയാൽ അറിയാനൊന്നും പോണില്ല. അങ്ങനെ ഇടുന്നവർക്ക് ഇടാം. പിന്നെ ഇതിന് വേറൊരു കാര്യം പറയാനുള്ള, ഈ കൊലുസ് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കിത് കയ്യിൽ ചെയിനായിട്ട് ഇടാൻ പറ്റും. അത് ഓരോരുത്തരുടെ കൈയുടെ സൈസ് അനുസരിച്ചിട്ടാട്ടോ. എൻ്റെ കയ്യിൽ പറ്റില്ല, പക്ഷെ എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ കൈ ചെയിനായിട്ട് ഇടാൻ പറ്റും. എൻ്റെ കറക്റ്റ് ആവൂല, എൻ്റെ എത്തില്ല. ഓക്കെ, ചില മാലയായിട്ട് ഇടാൻ പറ്റും. മാലയായിട്ട് ഇടാൻ പറ്റും എല്ലാവർക്കും അറിയാലോ. ചെയിനായിട്ട് ഇടാൻ പറ്റും. പിന്നെന്താ, കൊച്ചിന് ഞാൻ ഇടയ്ക്ക് കാലിൽ കൊലുസായിട്ട് അപ്പോൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഇടാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ രീതിയിൽ പരീക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാനൊത്തിരി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിന് എത്രത്തോളം കളർ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇത് കാണുമ്പോൾ ഇച്ചിരി നല്ല കളറുണ്ട് കേട്ടോ. അതായത് ഇച്ചിരി മഞ്ഞ കളർ കൂടുതലുണ്ട്. ആക്ച്വൽ ഗോൾഡായിട്ടൊന്നും ആർക്കും തോന്നൂല. അവള് ചുമക്കണം. ഓക്കെ, ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഇത് കൊച്ചിന് കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കഴുത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവളുടെ കഴുത്ത് ചെറുതല്ലേ, അപ്പോൾ അവൾക്ക് കൂടുതലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യൊന്നും വേണ്ട. ഇത് കറക്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റാണ്. ഇത്ര ഉള്ളോ കഴുത്ത്? ഇത്ര ഉള്ളു കഴുത്ത്. ഇല്ലേ നമുക്കാണേലും കഴുത്തിൽ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ട് ഇടാൻ പറ്റും. കയ്യിൽ ചെയിനായിട്ട് ഇടാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒക്കെ ഇടാൻ പറ്റും. ഇതും 150 സംതിങ് രൂപയുള്ളൂ മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്ന ഓരോരോ കാര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ ഇങ്ങനെ വരുത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഗോൾഡ് ഒന്നും അങ്ങനെ എപ്പോഴും മാറിയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഈ മീഷോയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിയിടുക. നമ്മുടെ ആഗ്രഹവും തീരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിയിടാനും പറ്റും. നമുക്കിവിടെ ഒരു ആഗ്രഹവും സാധിച്ചു കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ വരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാൻ കൂട്ടി വെച്ചത്. ഞാൻ ഇടയ്ക്ക് മാലയായിട്ട് ഇട്ടതായിരുന്നു. ഇത് ഇവിടെ കടയിൽ നിന്ന് മേടിച്ചാട്ടോ. ഇത് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. ഇതേ സെയിം തന്നെ. മാലയായിട്ടിടാം, കയ്യിലിടണമെങ്കിൽ കയ്യിലിടാം. ഇത് കണ്ടപ്പോഴത്തേക്കും കൊച്ചു വാങ്ങി. ഈ ചില പിള്ളേരുടെ കയ്യിലുണ്ടാവില്ലേ ആനവളയൊക്കെ പോലെ, എന്താ ആനവാൽ വളയൊക്കെ പോലെ ചിലരുടെ കയ്യിലുണ്ടാവും ഇങ്ങനത്തെ. അപ്പോൾ അവളുടെ അങ്ങനത്തെ വളയാണെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേണേൽ കട്ട് ചെയ്തിട്ട് കൊച്ചിന് വേണേൽ വളയായിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ല വേണ്ട, നമുക്ക് വളയായിട്ടിടാം. ഞാനിങ്ങനെ ഓരോരോ ഐഡിയാസ് പറയുന്നതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിയാലോ ഒക്കെ ചെയ്യുക. കുറച്ച് ഇതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ബാഗ്സിൻ്റെയും സാൻഡിൽസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇഷ്ടമുള്ളവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.
അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഫ്ലിപ്കാർട്ടിന്റെ കുറച്ച് നെക്ലേസ് സെറ്റിന്റെയും കൂടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയാണ്. നല്ല ഇച്ചിരി വലിയ ഹെവി നെക്ലേസുകളാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു 2-3 ഹെവി നെക്ലേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഹെവി ആയിട്ട് വേണ്ടവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ ശരി, ബൈ.